തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു അനുഗ്രഹിക്കപ്പെട്ട കഷ്ടാനുഭവത്തിലൂടെയും ഉയർപ്പ് പെരുന്നാളിലൂടെയും കടന്ന് പ്രകാശത്തിന്റെ മക്കളായി രക്ഷയുടെ അനുഭവത്തിലൂടെ നാം പ്രയാണം ചെയ്യുകയാണല്ലോ. നൊയമ്പ് കഴിഞ്ഞതുകൊണ്ട് പഴയപടി നമ്മുടെ ജീവിതം നയിക്കാം എന്നല്ല നാം ചിന്തിക്കേണ്ടത്. പഴയതിനെ എന്നേക്കുമായി ഉരിഞ്ഞു കളഞ്ഞ് പുതിയ സൃഷ്ടിയായി നാം ജീവിക്കുവാൻ ശ്രദ്ധിക്കണം. അതിന് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊലോസ്യ ലേഖനം 2:6-7 ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിനക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ. പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന് നമ്മെ തന്റെ തങ്കച്ചോര ഊറ്റിത്തന്ന് അത്ഭുതകരമായി വീണ്ടെടുത്തു. ക്രിസ്തുവിനെ കൈക്കൊണ്ട ആരംഭ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന ശുഷ്കാന്തി ക്രമേണ തണുത്തുപോയി. നാം യാന്ത്രിക മനുഷ്യനായി മാറി. ഇന്ന് സഭയുടെ കൂദാശ അനുഭവങ്ങളിലെ സജീവ പങ്കാളിത്തം കുറഞ്ഞ് എപ്പോഴെങ്കിലും അതിൽ സംബന്ധിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് നാം മാറി. ഇവിടെ യേശുവിന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. ശത്രുവായ പിശാച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി കൂട്ടായ്മ ബന്ധം തകർത്ത് ആത്മീയ സന്തോഷം ചോർത്തിക്കളഞ്ഞുവെങ്കിൽ ഇന്ന് ദൈവം നിന്നെ മടക്കി വിളിച്ചുകൊണ്ട് വരുവാൻ ആഗ്രഹിക്കുന്നു. അതിന് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യേശുവിൽ വേരൂന്നുക. യേശുവിൽ തന്നെ വേരൂന്നി നിൽക്കുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുവാനാണ് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുന്നത്. ഉറച്ച മണ്ണിൽ വേരൂന്നി നിൽക്കുന്ന വൃക്ഷം പെട്ടെന്ന് മറിഞ്ഞു വീഴുകയില്ല. വലിയ കൊടുങ്കാറ്റിന് പോലും അതിനെ മറിച്ചിടുക പ്രയാസമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം 24-25 വാക്യങ്ങളിൽ പറയുന്നത്, ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്ന് വായിക്കുന്നു. 2. ആത്മീയ വർധന പ്രാപിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 58:11 യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആക്കുമെന്ന് പറയുന്നു. യേശു നമ്മുടെ വിശപ്പടക്കി പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് വീശുന്ന മനോഹര തോട്ടം പോലെ നമ്മെ ആക്കി തീർക്കും. 3. നാം വിശ്വാസത്തിൽ ഉറയ്ക്കണം. ഒരു മനുഷ്യന് ജീവിക്കുവാൻ ജീവശ്വാസം എത്രമാത്രം ആവശ്യമാണോ അത്രമാത്രം പരമപ്രധാനമാണ് ഒരു ആത്മീയ പൈതലിന് നിലനിൽപ്പിന് ആധാരമായ വിശ്വാസം. ജീവിതത്തിൽ തളർന്നും നിരാശപ്പെട്ടു ഇരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. 4. സ്തോത്രത്തിൽ കവിയുക. 1 തെസ്സലോനിക്കർ 5:16-18 വരെയുള്ള വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവഇഷ്ടം. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പാടി സ്തുതിച്ചപ്പോൾ അവർ കിടന്ന കാരാഗ്രഹത്തിൽ ഇറങ്ങി അവരുടെ ബന്ധനങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ഇടവിടാതെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നവരായി തീരുവാൻ ദൈവം നമുക്ക് സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.